ഇറാനിൽ വീണ്ടും അമേരിക്ക കയറി അടിച്ചു എന്ന വാർത്തയോടെയാണ് ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടർന്നത്. എന്താണ് സാർ ഇറാനിൽ സംഭവിച്ചത്? അമേരിക്ക എങ്ങനെയാണ് ഇറാനിൽ കയറി അടിച്ചത്? അത് ഏത് രീതിയിലായിരുന്നു ആക്രമണം? ഈ ഇറാനിലെ ഇവരുടെ ഇത്തരത്തിലുള്ള എല്ലാ ആണവ കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കയുടെ കയറ്റമുണ്ടായി. 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഫോർദോ, നദാൻസ്, അതെ, ഇസ്ഫഹാൻ അല്ലേ എന്നീ 3 ആണവ കേന്ദ്രങ്ങളാണ്. അതെ. ഇത് ഇതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ ഇസ്രായേൽ നേരത്തെ തന്നെ US-ന് കൈമാറിയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയത്. അപ്പം ഇത് ഏത് തരത്തിലാണ് കടത്തിയെന്ന് ചോദിച്ചാൽ B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് വലിയ ശേഷിയുള്ള സംഭവമാണ്. അതെ. ഈ ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ വളരെ ആഴത്തിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളിലാണ്. ഈ ഭൂഗർഭ കേന്ദ്രങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള ബോംബറുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ തകർക്കാൻ സാധിക്കത്തുള്ളൂ. അതെ. അപ്പോൾ അത്തരത്തിലുള്ള നീക്കമാണ് US നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ നേരത്തെ തന്നെ ഈ ഇറാൻ്റെ ഭൂഗർഭ കേന്ദ്രങ്ങൾ, അതായത് ആണവ കേന്ദ്രങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറി. അപ്പം ഇപ്പോൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളാണ്. അതെ. ഇത് ഈ B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നീക്കം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശത്രു രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങൾക്ക് അദൃശ്യമായിരിക്കും. റഡാറിന്റെ കണ്ണിൽ പെടില്ല എന്നുള്ളതാണ്. ഇത് സ്റ്റെൽത്ത് വിമാനങ്ങളും കൂടിയാണ്. അതെ. എത്ര 30,000 പൗണ്ട് ഭാരം, 2 പൈലറ്റുമാരാണ്. ഇത് 1989 ആദ്യം ഇവർ പറത്തിയത്. പലയിടങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ശത്രു രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ അവരുടെ കണ്ണിൽ പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ ഇന്ത്യയിൽ തന്നെ നിരവധി പോർ വിമാനങ്ങൾ ഉണ്ട്. ആ പോർ വിമാനങ്ങളൊക്കെ എന്ന് പറയുന്നത് ഉള്ള ഭൂഗർഭ കേന്ദ്രങ്ങൾ ഉണ്ട്. സൂക്ഷിച്ചിരിക്കുന്നത് വലിയ ഭൂമിക്കടിയിൽ തന്നെയാണ്. അത് ഇപ്പം ഡൽഹിയിൽ തന്നെ ഉണ്ട്, ആഗ്ര. അത് പുറമേ കാണുമെങ്കിലും വെറും ഒരു പറമ്പായിരിക്കും. ഇതിന് അടിയിലാണ്. ഇപ്പം ഇന്ത്യയിൽ പറയുന്നത് സംഘടനകൾക്കും ഭൂമിക്കടിയിൽ ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം അംബാല, അതുപോലെ തന്നെ ആഗ്ര എന്നീ ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഉള്ളത്. അപ്പോൾ വളരെ ആഴത്തിലുള്ള ഇതിലേക്കാണ് നിൽക്കുന്നത്. അപ്പം ഇത് ചെന്ന് തകർക്കാൻ തക്കവണ്ണം ശേഷി ഈ B-2 ബോംബറുകൾക്കുണ്ടെന്നുള്ളത്, ബങ്കർ ബസ്റ്റർ എന്ന് പറയപ്പെട്ട. അപ്പൊ അതാണ് ഇവിടെ സ്റ്റെൽത്ത് വിമാനങ്ങളായതുകൊണ്ട് റഡാറിന്റെ കണ്ണ് വെട്ടിക്കാനും പറ്റും. റഡാറുകൾക്ക് പിടികൊടുക്കാതെ ശത്രു രാജ്യത്തിലേക്ക് കടന്നു കയറി നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ ശേഷിയുള്ള വിമാനങ്ങളാണ്, പോർ വിമാനങ്ങളാണ് ഈ B-2 ബോംബറുകൾ. പക്ഷേ ഇന്ത്യ അതിനെയും മറികടന്നിട്ടുണ്ടല്ലേ? അതെ. ഇങ്ങനെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ കഴിയുന്ന റഡാർ സാങ്കേതിക വിദ്യ DRDO വികസിപ്പിച്ചു എന്നാണ്. നമ്മൾ തന്നെ മുമ്പ് അതിനെക്കുറിച്ച് വാർത്ത ചെയ്തിരുന്നു. അതിൻ്റെ പരീക്ഷണം അവസാന ഘട്ടത്തിലാണ്. അത് ഏതാണ്ട് 99% നമ്മൾ വിജയിച്ചു എന്നാണ്. ഇനി അതിൻ്റെ മറ്റു ചില മിനുക്ക് പണികളൂടെ കഴിഞ്ഞത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും. പക്ഷെ അത് വേണ്ടത്ര വിജയം തീർച്ചയായിട്ടും ഒരു 99% വിജയിച്ചിരിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണം പോലും പൂർണ്ണമായിട്ടും വിജയമായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഈ സേനയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിലേക്ക് ഇത് കൈമാറുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഇത് ഇന്ത്യൻ സേനയുടെ ഭാഗമാകും ആ റഡാറുകൾ. ഈ ഭൂഗർഭ അറയിൽ ഇത് പല നിലകളിലായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഇറാനിലെ ആണവ കേന്ദ്രം പല നിലകളിലായിട്ട്. അപ്പോൾ ഈ ഭൂഗർഭ അറകളിലേക്കുള്ള ഏതാണ്ട് 300-ലധികം അടി, 360 അടി വരെ താഴ്ചയിൽ ആണ് ഈ ബങ്കറുകൾ നിർമ്മിച്ചിരിക്കുന്നത്.
തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ ആണവ ബോംബ് പോലും വന്നാൽ 100 അടിക്ക് അപ്പുറത്തേക്ക് അതിന് നാശം വിതയ്ക്കാൻ കഴിയില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ചതോടുകൂടി ഈ എത്ര ആഴത്തിൽ ആണെങ്കിലും ശരി അവിടെ ചെന്ന് വലിയ സ്ഫോടനമുണ്ടാക്കി അതിനെ തകർക്കുന്ന സാങ്കേതിക വിദ്യയാണ് അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ 3 കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ പിന്നെ US തകർത്തിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ അഭിമാനക്ഷതമാണ്. അപ്പോൾ ഇറാന് അടങ്ങിയിരിക്കില്ല. അതാണ് ഇനി ഏറ്റവും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം. റഷ്യയും ചൈനയുമായിട്ട് ഇവരെ അടുത്ത നീക്കം നടത്തുമോ? അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ US-ഉമായിട്ടുള്ള ലോകം 2 ചേരിയായിട്ട് തിരിഞ്ഞ് അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത, അത് ഒരു മഹായുദ്ധത്തിലേക്ക് പോലും നീങ്ങാനുള്ള സാധ്യതയാണ്. പക്ഷേ അത് സ്ഥിതി അതീവ ഗുരുതരമാക്കുകയും ചെയ്യും. ഇപ്പം ഈ ഇറാനിലെ ഈ ആണവ കേന്ദ്രങ്ങളുടെ ഈ അറകള്, ഈ ഭൂഗർഭ അറകൾ, ഇത് 3 അല്ലല്ലോ ഉള്ളത്. അല്ല, മറ്റു പലയിടത്തും കാണും. പക്ഷെ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് സാറ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഇസ്രായേൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിൻ്റെ ചാരസംഘടന ശേഖരിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളിലും പറഞ്ഞായിരുന്നു. നതാൻസ് ആക്രമിച്ചപ്പോൾ അവിടെ കൃത്യമായിട്ടും ആ നതാൻസ് ആണവ പരീക്ഷണം നടക്കുന്ന സ്ഥലമല്ല, പക്ഷെ ഈ ആണവ ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന ഒരു ബൗദ്ധിക വിഭാഗം ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു കേന്ദ്രമാണ് നതാൻസിലുണ്ടായിരുന്നത്. അതിലാണ് 14 ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടത്. അത് വളരെ കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദ് ഈ വിവരങ്ങൾ ശേഖരിച്ച് എവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വിവരങ്ങൾ അത് ഇസ്രായേൽ സൈന്യത്തിനും അമേരിക്കയ്ക്കും കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇത്ര കൃത്യമായിട്ട് ഇവരെ അടിക്കാൻ സാധിച്ചതെന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബാക്കി ഈ കേന്ദ്രങ്ങൾ കൂടി ഒരുപക്ഷെ ഇവർ നോട്ടമിട്ട് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ. സാർ, ഇതിനെ നമ്മൾ 2 ആയിട്ട് കാണണം. ഒന്ന്, ഈ ആണവ ഊർജം വ്യാവസായിക ആവശ്യങ്ങൾക്ക്, മറ്റ് രാഷ്ട്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമാധാനത്തിൻ്റെ മാർഗത്തിൽ ആണവ ഊർജം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് ഇന്ത്യയിലുണ്ട്, റഷ്യയിലുണ്ട്, ചൈനയിലുണ്ട്, അമേരിക്കയിലുണ്ട്, പല രാഷ്ട്രങ്ങളിലും അതുണ്ട്. ഇപ്പോൾ ഇറാൻ അത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വശത്തുണ്ട്. മറുവശത്ത് വളരെ രഹസ്യമായിട്ട് യുറേനിയം സമ്പുഷ്ടീകരിക്കുകയും അതുപയോഗിച്ച് ആണവ ബോംബുകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയും ഇറാനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇറാനിൻ്റെ അവകാശവാദങ്ങളൊന്നും തന്നെ അമേരിക്കയോ UN-ഓ മറ്റ് രാഷ്ട്രങ്ങളോ അംഗീകരിച്ചിട്ടില്ല. അവർക്കെല്ലാവരും ഇറാനെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. ഈ പറയുന്നത് പോലെ 83% യുറേനിയം സമ്പുഷ്ടീകരിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പം ഏതാനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ഉള്ളിൽ ഇറാന് ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ സാധിച്ചേക്കും എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് തന്നെ. അതും ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബാക്കി കേന്ദ്രങ്ങൾ കൂടി ഒരുപക്ഷെ വീണ്ടും US നോട്ടമിട്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഒരു ആശങ്കയിലല്ലേ നിൽക്കുക. ഇറാന് ഇത് ഇങ്ങനെ പോയാൽ ഇറാൻ ഒരു ശവപ്പറമ്പായി മാറും. വലിയ രൂക്ഷമായ ആക്രമണങ്ങളായിരിക്കും. ഇപ്പം അമേരിക്ക കൂടെ ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്കിതിനെ ഒട്ടും കുറച്ച് കാണാൻ സാധിക്കില്ല. ഇസ്രായേലിനോടൊപ്പം ഇസ്രായേൽ തന്നെ ഒരു വലിയ വിനാശകാരിയായ ആയുധങ്ങൾ കൈവശമുള്ള ഈ ഇറാനോട് തീർത്താൽ തീരാത്ത പകയുള്ളൊരു രാഷ്ട്രമാണ്. പ്രത്യേകിച്ചും ഹമാസ് അവരോട് ചെയ്തതൊക്കെ അവരൊരിക്കലും മറക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക കൂടി വരുന്നു, അമേരിക്കയും കൂടി യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾ മൊത്തം അങ്ങ് മാറി. ഒരു വലിയ ഭീതിയിലാണ് ലോകം ഇപ്പോൾ ഈ മധ്യേഷ്യയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.